ശതകോടീശ്വരൻ ഗൗതം അദാനിയെയും അദാനി ഗ്രൂപ്പിനെയും പിടികൂടാൻ അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ SEC നടപടികൾ കടുപ്പിക്കുകയാണ്. അമേരിക്കൻ നിക്ഷേപകരെ വഞ്ചിച്ചുവെന്ന ഗുരുതരമായ ആരോപണമാണ് ഗൗതം അദാനിക്കും ബന്ധു സാഗർ അദാനിക്കുമെതിരെ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇരുവർക്കും നോട്ടീസ് അയക്കാൻ പുതിയ വഴികൾ തേടുകയാണ് അമേരിക്ക ഇപ്പോൾ. ഇന്ത്യൻ സർക്കാർ വഴി നോട്ടീസ് കൈമാറാനുള്ള ശ്രമങ്ങൾ അമേരിക്ക നടത്തിയിരുന്നെങ്കിലും ഒന്നും ഫലം കണ്ടിരുന്നില്ല. ഇതോടെ നയതന്ത്ര വഴികൾ ഉപേക്ഷിച്ച് നേരിട്ടുള്ള നടപടികളിലേക്ക് കടക്കാൻ SEC ന്യൂയോർക്ക് കോടതിയുടെ അനുമതി തേടിയിരിക്കുകയാണ്. ഇന്ത്യയിലെ കേന്ദ്ര സർക്കാർ അദാനിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന ഗുരുതരമായ സൂചനകളാണ് അമേരിക്കൻ ഏജൻസിയുടെ പുതിയ നീക്കത്തിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ നൽകുന്ന വിവരങ്ങൾ പ്രകാരം അദാനി ഗ്രൂപ്പ് അമേരിക്കൻ നിക്ഷേപകരിൽ നിന്നും വൻതോതിൽ പണം സമാഹരിച്ചത് വ്യാജ വാഗ്ദാനങ്ങൾ നൽകിയാണ്. സൗരോർജ്ജ പദ്ധതികൾക്കായി കരാറുകൾ ലഭിക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കോടിക്കണക്കിന് രൂപ കൈക്കൂലി നൽകിയെന്നും എന്നാൽ തങ്ങൾ അഴിമതി വിമുക്തരാണെന്ന് നിക്ഷേപകരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു എന്നുമാണ് പ്രധാന ആരോപണങ്ങൾ. $75 കോടി ബോണ്ടുകൾ വരെ സമാഹരിച്ച തുകയിൽ വലിയൊരു ഭാഗം ഇങ്ങനെ വഞ്ചനയിലൂടെ നേടിയതാണെന്ന് അമേരിക്കൻ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് അദാനിക്ക് സമൻസ് അയക്കാൻ കഴിഞ്ഞ 14 മാസമായി അമേരിക്ക ശ്രമിച്ചു വരികയാണ്. എന്നാൽ ഈ സമൻസ് അദാനിക്ക് കൈമാറുന്ന കാര്യത്തിൽ ഇന്ത്യൻ നിയമ മന്ത്രാലയം ഒളിച്ചുകളി നടത്തുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്ക അയച്ച നോട്ടീസുകളിൽ ഒപ്പോ മുദ്രയോ ഇല്ലെന്ന സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് പലതവണ സമൻസ് തിരിച്ചയച്ചു. എന്നാൽ ഡിജിറ്റൽ യുഗത്തിൽ ഇത്തരം സാങ്കേതികത്വങ്ങൾ ആവശ്യമില്ലെന്നും അന്താരാഷ്ട്ര കരാറുകൾ പ്രകാരം നോട്ടീസ് കൈമാറാൻ തടസ്സമില്ലെന്നും അമേരിക്കൻ ഏജൻസി വാദിക്കുന്നു. ഡിസംബർ 2024 വരെ സമാനമായ രീതിയിൽ അയച്ച മറ്റ് നോട്ടീസുകൾ ഇന്ത്യൻ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദാനിയുടെ കാര്യത്തിൽ മാത്രമാണ് ഇത്തരം കർശന നിലപാടുകൾ എടുക്കുന്നതെന്നും SEC കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അദാനിക്കെതിരെ സമൻസ് അയക്കാൻ അമേരിക്കൻ ഏജൻസിക്ക് അധികാരമില്ലെന്ന വിചിത്രമായ വാദമാണ് ഇന്ത്യൻ നിയമ മന്ത്രാലയം ഉയർത്തിയിരിക്കുന്നത്. ഇതോടെയാണ് അമേരിക്കയുടെ ക്ഷമ നശിച്ചത്. ഇന്ത്യൻ സർക്കാർ വഴി നോട്ടീസ് കൈമാറുന്നത് സമയം പാഴാക്കലാണെന്ന് SEC ന്യൂയോർക്ക് കോടതിയെ അറിയിച്ചു കഴിഞ്ഞു. അദാനിയും സാഗർ അദാനിയും അമേരിക്കയിൽ നിയമിച്ചിട്ടുള്ള അഭിഭാഷകർ വഴിയോ അവരുടെ ഔദ്യോഗിക ഇമെയിൽ വിലാസങ്ങൾ വഴിയോ നേരിട്ട് നോട്ടീസ് നൽകാൻ അനുവദിക്കണമെന്നാണ് SECയുടെ ആവശ്യം. അദാനി ഗ്രൂപ്പിന്റെ ബിസിനസ് ആവശ്യങ്ങൾക്കായി അവർ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഇമെയിൽ വിലാസങ്ങൾ സജീവമാണെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള അടുത്ത സൗഹൃദം അദാനിക്ക് ഗുണകരമാകുമെന്ന് പലരും കരുതിയിരുന്നെങ്കിലും അമേരിക്കൻ നിയമ സംവിധാനങ്ങൾ സ്വതന്ത്രമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അമേരിക്കൻ ജനതയുടെ പണം തട്ടിച്ചെടുത്ത ഒരാൾക്കും ഇളവ് നൽകാനാവില്ലെന്ന ഉറച്ച നിലപാടിലാണ് കോടതിയും ഏജൻസികളും. അദാനിയുടെ ഇമെയിൽ വഴിയോ അഭിഭാഷകർ വഴിയോ നോട്ടീസ് നൽകാൻ കോടതി അനുമതി നൽകിയാൽ അത് കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടിയാകും. നയതന്ത്ര തലത്തിൽ അദാനിയെ സംരക്ഷിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ഇതോടെ പരാജയപ്പെടും. അദാനി ഗ്രൂപ്പ് ഈ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നുണ്ടെങ്കിലും അമേരിക്കൻ കോടതിയിൽ ക്രിമിനൽ കേസുകൾ കൂടി നിലനിൽക്കുന്നത് കാര്യങ്ങൾ സങ്കീർണമാകും. വഞ്ചന, കൈക്കൂലി നൽകൽ, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് അദാനിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയതുമായി ബന്ധപ്പെട്ട തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്നാണ് അമേരിക്കൻ ആഭ്യന്തര വകുപ്പ് അവകാശപ്പെടുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ വിശ്വാസ്യതയെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് ഈ കേസ് വളരുകയാണ്.